ഹരേ കൃഷ്ണ മഹാമന്ത്രം. കൃഷ്ണ കൃപാമൂർത്തി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദർ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുന്നത് നമ്മുടെ കൃഷ്ണാവബോധം ഉണർത്തുന്നതിനുള്ള ശ്രേഷ്ഠമായ പദ്ധതിയാണ്. ക്രിയാനിരതമായ ജീവാത്മാവ് എന്ന നിലയ്ക്ക് നാം നൈസർഗികമായി തന്നെ കൃഷ്ണാവബോധമുള്ള സത്തകളാണ്. പക്ഷേ അനാദികാലം മുതൽക്കേയുള്ള വിഷയ സംസർഗം കൊണ്ട് നമ്മുടെ ബോധം ഇപ്പോൾ ഭൗതിക പരിതസ്ഥിതികളാൽ മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. നാം ഇപ്പോൾ ജീവിക്കുന്ന ഭൗതിക മണ്ഡലത്തെ മായ എന്നു വിളിക്കുന്നു. മായ എന്നാൽ നിലനിൽപ്പില്ലാത്തത് എന്നർത്ഥം. എന്താണത്? ഭൗതിക നിയമങ്ങളുടെ രൂക്ഷമായ പിടിയിലാണ് യഥാർത്ഥത്തിൽ നാം എല്ലാം എന്നിരിക്കെ അതിൻ്റെ അധിപന്മാരാകുവാൻ വെറുതെ ശ്രമിക്കുന്നു എന്നതു തന്നെ മായ. ഒരു സേവകൻ പ്രഭുവായ യജമാനനെ കൃത്രിമമായി അനുകരിക്കാൻ ശ്രമിച്ചാൽ അത് മായയാണ്. ഇങ്ങനെ മലിനമാക്കപ്പെട്ട ജീവിത സങ്കല്പത്തിൽ നാം എല്ലാം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ സങ്കീർണതയിൽ കൂടുതൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. നൈസർഗികമായി നമുക്കുള്ള കൃഷ്ണാവബോധം ഉണർത്തുന്നതുവഴി ഭൗതിക പ്രകൃതിയുമായുള്ള മായിക പോരാട്ടം ഉടൻ തന്നെ നിർത്താൻ സാധിക്കും. കൃഷ്ണാവബോധം നമ്മിൽ കൃത്രിമമായി അടിച്ചേൽപ്പിക്കേണ്ടതില്ല. ഈ ബോധം ജീവസത്തയുടെ നൈസർഗിക പ്രഭാവമാണ്. ഈ ശബ്ദപ്രകമ്പന ശ്രവണത്താൽ കൃഷ്ണാവബോധം നമ്മിൽ ഉണരുന്നു. പ്രാമാണികർ പ്രസ്തുത പദ്ധതി ഈ യുഗത്തിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു. മോചനത്തിനായുള്ള മഹത്തായ ഈ മഹാമന്ത്രജപം വഴി ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന അതീന്ദ്രിയമായ ആനന്ദ നിർവൃതി പ്രായോഗികമായും അനുഭവിച്ചറിയാൻ പെട്ടെന്നു തന്നെ സാധിക്കുമെങ്കിലും ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അതീതമായിട്ടുള്ള ആത്മീയ തലത്തിലായിരിക്കുമ്പോൾ ഒരാൾ അതീന്ദ്രിയ മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നു പറയാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ജപം നേരിട്ട് ആധ്യാത്മിക തലത്തിൽ നിന്നുദ്ഭവിക്കുന്നതാണ്. അതുകൊണ്ടു തന്നെ ഈ ദിവ്യധ്വനി ഐന്ദ്രികവും മാനസികവുമായ എല്ലാറ്റിനെയും അതിശയിപ്പിക്കുന്നു. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അറിയേണ്ട ആവശ്യമേയില്ല. മഹാമന്ത്രം ജപിക്കുന്നതിന് മാനസിക ഊഹാപോഹങ്ങളുടെയോ ഭൗതിക ക്രമീകരണങ്ങളുടെയോ ആവശ്യമില്ല. മുൻ യോഗ്യതകളൊന്നും കൂടാതെ തന്നെ ആർക്കു വേണമെങ്കിലും ഈ ജപത്തിൽ പങ്കാളികളാവുകയും ആനന്ദനൃത്തം വയ്ക്കുകയും ചെയ്യാം. ഇതു നാം പ്രായോഗികമായി കണ്ടിട്ടുള്ളതാണ്. ഒരു കുട്ടിക്കും ഈ ജപത്തിൽ പങ്കുചേരാം. എന്തിനധികം ഒരു നായ്ക്കു പോലും ഇതിൽ പങ്കാളിയാകാൻ കഴിയും. ഭൗതിക ജീവിതത്തിൽ കുടുങ്ങിയവർക്ക് ഈ നിലയിലേക്കുയരാൻ കുറച്ചു സമയമെടുത്തെന്നിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവർക്കും വളരെ പെട്ടെന്ന് ആത്മീയ മണ്ഡലത്തിലേക്ക് ഉയരാൻ സാധിക്കും. ഈ മന്ത്രം ഒരു ശുദ്ധഭക്തൻ ഭഗവത് പ്രേമത്തോടെ ജപിക്കുമ്പോൾ അത് ശ്രോതാക്കളിൽ അങ്ങേയറ്റം സ്വാധീനമുണ്ടാക്കുന്നു. ആയതിനാൽ ഈ ജപം ഭഗവാന്റെ ശുദ്ധഭക്തനിൽ നിന്നു തന്നെ കേൾക്കുന്നതാകയാൽ ഫലം ഉടൻ തന്നെ സിദ്ധിക്കുന്നതാണ്. ഭക്തന്മാരല്ലാത്തവരുടെ ജപം ശ്രവിക്കുന്നത് കഴിയുന്നിടത്തോളം ഒഴിവാക്കണം. സർപ്പം ദംശിച്ച പാലിന് വിഷത്തിൻ്റെ ഫലം തന്നെയുണ്ടാകുമല്ലോ.
ഹര എന്നുള്ള പദം ഭഗവാന്റെ ശക്തിയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ്. കൃഷ്ണ, രാമ എന്നുള്ള പദങ്ങൾ ഭഗവാനെ തന്നെ അഭിസംബോധന ചെയ്യുന്നതും പരമമായ ആനന്ദം എന്നാണ് കൃഷ്ണ, രാമ ശബ്ദങ്ങൾക്ക് അർത്ഥം. ഹര എന്നത് ഭഗവാന്റെ പരമാനന്ദ ശക്തിയെയും സൂചിപ്പിക്കുന്നു. ഭഗവാന്റെ ഈ പരമാനന്ദ ശക്തി നമ്മെ ഭഗവാനിലേക്കെത്താൻ സഹായിക്കുന്നു. മായ എന്ന ഭൗതിക ശക്തിയും ഭഗവാന്റെ അനേകം ശക്തികളിലൊന്നാണ്. ജീവസത്തകളായ നാമം ഭഗവാന്റെ തടസ്ഥ ശക്തിയാണ്. ജീവസത്തകൾ ഭൗതിക ശക്തിയേക്കാൾ ഉയർന്ന തരം ശക്തിയാണ്. ഉയർന്ന തരം ശക്തി താഴ്ന്ന തരം ശക്തിയുമായി ചേരുമ്പോൾ ഒരു യോജിപ്പില്ലാത്ത സ്ഥിതിവിശേഷം സംജാതമാകുന്നു. എന്നാൽ ഉയർന്ന തരം ശക്തിയുമായി ബന്ധപ്പെടുമ്പോൾ ജീവാത്മാവിന് അതിൻ്റെ സാധാരണ അവസ്ഥയായ ആനന്ദം കൈവരുന്നു. ഹരേ കൃഷ്ണ രാമ ഈ 3 വാക്കുകൾ മഹാമന്ത്രത്തിൻ്റെ അതീന്ദ്രിയ ബീജങ്ങളാണ്. ഭഗവാനെയും ഹര എന്ന ശബ്ദത്തിൻ്റെ അന്തരംഗ ശക്തിയെയും ബദ്ധജീവൻ സംരക്ഷണത്തിനായി വിളിക്കുന്നതാണ് ഈ ജപം. ഈ ജപം അമ്മയ്ക്കു വേണ്ടിയുള്ള ഒരു കുട്ടിയുടെ ആത്മാർത്ഥമായ നിലവിളി പോലെയാണ്. പരമപിതാവായ ഹരിയുടെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാരുണ്യം പിടിച്ചു പറ്റുന്നതിന് ഹര എന്ന അമ്മ ഭക്തനെ സഹായിക്കുന്നു. അങ്ങനെ ആത്മാർത്ഥതയോടെ ഈ മന്ത്രം ജപിക്കുന്ന ഭക്തന് ഭഗവാൻ സ്വയം പ്രത്യക്ഷനാകുന്നു. ഈ കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിന് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന ഈ മഹാമന്ത്രം ജപിക്കുന്നതുപോലെ മറ്റൊരു മാർഗവുമില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.